നമസ്കാരം, ഡ്രൈവൻഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വൈപ്പിനിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആലിയ ട്രാവൽസിൽ നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ നമ്മുടെ ജോയ് ചേട്ടൻ്റെ. അപ്പോൾ ആ ആലിയ ട്രാവൽസിന് ഒരുപാട് 130ഓളം 140ഓളം ലോറികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലോറിയുടെ യാർഡിലൊന്ന് വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം നമുക്ക് ഈ വണ്ടികളൊക്കെ ആദ്യം ചെയ്യായിരുന്നു. ഇതിൽ ലോറി ലൈഫും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാനിട്ട് ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്വന്തം വണ്ടി പോലെയാണ്. അപ്പോൾ ആ ആലിയ ട്രാവൽസിൻ്റെ കണ്ടെയ്നർ ട്രെയിൽ ലോറികളാണ് അവർക്കുള്ളത്. അപ്പോൾ അതിൻ്റെ യാർഡിൽ വന്നിരിക്കുകയാണ് ഞാൻ വൈപ്പിനിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കണേക്കാട്ടും മുന്നേ ഞാൻ പറഞ്ഞല്ലോ വൈപ്പിനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ ആലിയ ട്രാവൽസിൻ്റെ ഭാരത് ബെൻസാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഒരു നിരയായിട്ട് പോവുകയാണെങ്കിൽ ഭാരത് ബെൻസുകളാണ് നമുക്ക്. ഭാരത് ബെൻസിൻ്റെ ഷോറൂമിൽ പോലും ഇത്ര വണ്ടികൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം വണ്ടികളുണ്ട്. ഇവിടെ തൊട്ടിപ്പുറത്തായിട്ട് വരുമ്പോൾ ഇത് മഹേന്ദ്ര ബ്ലേസും ആണ്. അതുപോലെ ഇതും മഹേന്ദ്ര ബ്ലേസും ആണ്. എത്ര വണ്ടികളാണ് നോക്കി. അതുപോലെ തന്നെ ഇത് ആലിയയുടെ തന്നെ ലൈലൻ്റ് ആണ് കേട്ടോ. ഈ വണ്ടി ലൈലൻ്റ് അല്ല, സോറി, ഇത് ടാറ്റയാണ്. നമ്മുടെ ബോഡി കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്നു നമുക്ക് ലൈലൻ്റാണ്. ഇത് ടാറ്റ വണ്ടിയാണ്, ടാറ്റയാണ്. ടാറ്റ കഴിഞ്ഞാൽ പിന്നെ ഇതും ടാറ്റ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊന്നും കയറി നിൽക്കാൻ പറ്റില്ല, അവിടെയൊക്കെ ചളിയാണ്. ഇതും ടാറ്റ വണ്ടിയാണ്. തൊട്ടിപ്പുറത്ത് വരുമ്പോൾ ഇതും ഭാരത് ബെൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഭാരത് ബെൻസിൻ്റെ BS6 വണ്ടിയാണ്. ആലിയ 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 എല്ലാം ആലിയ മയാണ്. നോക്കി, കാണാൻ എന്തൊരു അഴകാണ്. നോക്കി, നമുക്ക് ആലിയ വണ്ടികൾ മൊത്തം ആലിയ, ഫുൾ ആലിയ മയാണ്. നോക്കി, കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. ഇത് ആലിയ. നമ്മുടെ നാട്ടിൽ 2 ബസ്സിന് 4 മാനേജർമാരും ബസ്സിൽ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് ഇത് കാണണം കേട്ടോ. എന്നിട്ട് പറയണം ആരാണ് മാസ് എന്ന്. അപ്പോൾ ഇത് ആലിയയുടെ പുതിയ BS6 വണ്ടിയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ഒരു ദിവസം ചെയ്യാം. ഞാനത് ടൈമില്ലാത്ത കാരണം വരാൻ പറ്റാത്തത്. ഇന്ന് ഏത് വണ്ടി എടുത്തിട്ട് നമുക്ക് എവിടേക്കാച്ചും കൊണ്ടുപോകാം. താക്കോല് റെഡിയാണ്. ഇത് ഭാരത് ബെൻസ് തന്നെ. നമ്മുടെ ഇത് BS3 വണ്ടിയാണ് കേട്ടോ. അത് കാണാൻ നല്ല അഴകുണ്ടല്ലേ വണ്ടികളൊക്കെ. ഇതും ഭാരത് ബെൻസ് തന്നെ. ആ സെക്ഷനിലേക്ക് നമുക്ക് പോവാം, വരട്ടെ. അതിന് മുന്നേ ഇവിടെ കുറച്ച് കാണിക്കാനുണ്ട്. ഇത്രയും ഏരിയ ഇപ്പം ഞാൻ നടന്നു വന്നത്, അവിടെ നിന്ന് അങ്ങനെ നടന്നു വന്നത്. ഇത്രയും ഏരിയയിൽ എത്ര വണ്ടികൾ കിടക്കുന്നുണ്ടെന്ന് നോക്കി. ഇതൊക്കെ ശരിക്കും നമുക്ക് ഹെലിക്യാം ഷോട്ടിൽ എടുക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. അത്രമാത്രം ആലിയകളാണ്. ഇത് അശോക് ലൈലൻഡ് വണ്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് നടക്കാം. ഇവിടെ നടക്കുകയാണെങ്കിൽ എൻ്റെ ടയറൊക്കെ നോക്കി. നല്ല ഇടയ്ക്ക് വെച്ചിട്ട് മഴ പെയ്തു, ഇപ്പോൾ മഴയില്ല. ഇത് ഭാരത് ബെൻസാണ്, ആലിയ ട്രാവൽസ്. ഒരേ എഴുത്ത് അല്ലേ. ഇത് ബ്ലേസും ആണ്. ബ്ലേസ് മഹേന്ദ്ര ബ്ലേസോ എന്ന് പറഞ്ഞാൽ ബ്ലേസ് X35 എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. നമ്മളിത് ഇങ്ങനത്തെ ഒരു വണ്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെളിയാണ്. നമ്മളെ ടിപ്പർ ടോർസൊക്കെ ചെയ്തിട്ടുണ്ട് ബ്ലേസോൻ്റെ. കാണാത്തൊരാണെങ്കിൽ കാണാം കേട്ടോ. ഇതിൻ്റെ ഈ കണ്ടെയ്നർ ഊരി വെച്ചിരിക്കുകയാണ്. നമ്മളിനിപ്പോൾ ബോട്ടിൽ പോയിട്ടാണ് ഇത് കയറ്റുക. ഇത് യാർഡാണ്. യാർഡിൽ ഇപ്പോൾ കിടക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. എത്ര വണ്ടിയാലേ. എൻ്റെ ഷാസി നോക്കി, എന്താ അല്ലേ. നമ്മൾ ഇങ്ങനത്തെ രൂപത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ ഷാസി മാത്രമായിട്ട് എല്ലാം ഇതിന് കണ്ടെയ്നർ വെച്ചിട്ടില്ല നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഇതതിന് മുകളിലേക്ക് കയറ്റി വയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നൊരു മെഷീനാണ്. ഇത് BS6 വണ്ടി തന്നെ കേട്ടോ. ഭാരത് ബെൻസാണ് വണ്ടി. നമ്മളിത് കുറച്ചുകൂടി ബാക്കിലേക്കുള്ള സെക്ഷനിൽ കിടക്കുന്ന വണ്ടികളാണ് പറഞ്ഞത്. ഇത് പെയറിങ് വണ്ടിയാണ്. അതായത് ഫ്രണ്ടിലും BS6 വണ്ടിയാണ് കിടക്കുന്നത്. അതിൻ്റെ ഒപ്പമുള്ള വണ്ടി തന്നെയാണ് ഇത്. BS6 ആണ്. BS6 വണ്ടി ഇതുവരെയൊക്കെ എടുക്കുമ്പോൾ ഒരുമിച്ച് ബൾക്കായിട്ട് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ ഭാഗത്ത് കൂടെ നടന്നിങ്ങനെ വന്നില്ലേ. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറിയതാണ്. അപ്പോൾ ഇവിടെ കാണിക്കാത്ത വണ്ടിയാണ് ഇതാണ്. ഇത് മഹേന്ദ്ര ബ്ലേസോ X25 മോഡലാണ്. ഇത് ടാറ്റയാണ് വണ്ടി. 2518C മോഡലാണിത്. ഇതും ടാറ്റയുടെ ഒരു കാണുമ്പോൾ നമ്മുടെ ലൈലൻ്റ് പോലെ തോന്നില്ലേ, പക്ഷേ ടാറ്റയാണ് വണ്ടി. ആലിയ ട്രാവൽസ് അല്ല, എപ്പോഴും ട്രാൻസാണ്. ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ അതല്ലേ, ട്രാൻസാണ്. ഇതും ബ്ലേസും ആണ് മഹേന്ദ്രയുടെ. ഇത് 2, 4, 6, ഇത് 12 വീല് വണ്ടിയാണ്. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കൂടുതൽ ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോകാണ്ട് കുറേ എടുക്കാണ്ട്. നോക്കി, ഇത്ര വണ്ടികളെ കാണിക്കാമല്ലോ. നോക്കി, ഇതാ ഇതും ടാറ്റയുടെ ഒരു വണ്ടിയാണ് കേട്ടോ.
ഇത് നല്ല സെറ്റാണ്, നല്ല പെയിൻ്റൊക്കെ നോക്കി എല്ലാ വണ്ടിയും നല്ല കാണാൻ നല്ല അഴകാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജോയിച്ചേട്ടൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വണ്ടി നന്നായി നോക്കും, ക്ലീൻ ആക്കും. അതിപ്പോൾ നൈറ്റ് സർവീസ് വണ്ടിയാണെങ്കിൽ ആളുടെ പ്രത്യേക ഒരു നോട്ടുണ്ടായിരിക്കും ഇതിൻ്റെ മുകളിലൊക്കെ, അതാണ് എൻ്റെ പ്രത്യേകത. ഒരു ചളി പോലും ഉണ്ടാവില്ല. ശരിക്കും ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഉണ്ടാവണ പോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ടുവന്നത് ശരിക്കും ആലിയ ജോയിച്ചേട്ടനായിരുന്നു. ജോയിച്ചേട്ടൻ അത്ര വണ്ടിപ്രാന്താണ്, അത്ര നന്നായിട്ട് നോക്കും, നന്നായിട്ട് നല്ലൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ജേഴ്സൺ ബ്രദർ അതെ, വണ്ടിയോട് അത്രയും താല്പര്യമാണ്. മകനാണ്, ആളാണ് കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളത് നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മാനേജറോ ഒന്നുമില്ലാതെ തന്നെ ഇത്രയും വണ്ടികളൊക്കെ നോക്കി കൊണ്ട് കിടക്കണേ പറയുമ്പോൾ. ഇവിടെ 2 ടൂറിസ്റ്റ് ബസ് ഉള്ളവൻ മൊത്തം ലോണായിരിക്കും. അതിൽ 5-10 ടൂറിസ്റ്റ് ബസ് ഉണ്ട് വിചാരിച്ചോ, എന്നാലും മൊത്തം ലോണായിരിക്കും. എന്നിട്ട് അവൻ്റെ അഹങ്കാരം കണ്ടാണ്ടല്ലോ, എന്നുവെച്ചാൽ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ, എല്ലാം ലോണും പിടിച്ച് അത് 10 മാനേജർമാരും 10 പാക്കേജർമാരും വെച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയും വണ്ടികൾ കൊണ്ട് നടക്കാൻ ഒരു മാനേജർ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് നോക്കി നടത്തുന്നു. അതാണ് മാസ് എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ കാണുന്ന വല്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്വയം ഒന്ന് ചിന്തിക്കുക, നമ്മൾ ചെയ്യണത് എന്താണെന്ന്. ഇപ്പം നൈറ്റ് സർവീസ് മേഖലയിലേക്ക് അദ്ദേഹം വന്നപ്പോൾ അതും ഒരു എന്താ പറയുക മാസമായിരുന്നു. ഇപ്പോൾ നമ്പർ 1 റാങ്കിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അതിൻ്റെ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട് നൈറ്റ് സർവീസിലേക്ക്, കാണാത്തൊരു കാണുക കേട്ടോ. അപ്പോൾ ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മഹേന്ദ്ര ബ്ലേസോ വണ്ടിയാണ്, ബ്ലേസോ 40 എന്ന് പറഞ്ഞ മോഡലാണിത്. പിന്നെ ഇത് BS6 വണ്ടിയാണ് ഭാരത് ബെൻസിൻ്റെ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് കാട്ടിത്തരാം കേട്ടോ. ഓക്കെ, ഇതെൻ്റെ ഷാസി മാത്രമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഷാസി മനസ്സിൽ എൻ്റെ തലപ്പ് മാത്രമേ ഉള്ളൂ, ഉണ്ടല്ലേ? ഇതിൻ്റെ മുകളിലാണ് മറ്റേത് പിടിപ്പിക്കുക വന്നിട്ട്, ആ സാധനം, ആ കണ്ടെയ്നർ ഇതിൻ്റെ മുകളിലാണ് വന്ന് പിടിപ്പിക്കുക. എന്തായാലും അടിപൊളി അല്ലേ? ഇതേനെ കണ്ടെയ്നർ പോകുന്നുണ്ട് കണ്ടോ, അതാണ് സൗണ്ട്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് അല്ലേ? ആലിയ ഇതും BS6 വണ്ടിയാണ് കേട്ടോ, ഭാരത് ബെൻസിൻ്റെ. ഇത് ഭാരത് ബെൻസിൻ്റെ BS3 മോഡൽ വണ്ടിയാണ്. ഇത് ശരിക്കും ഹെലികാം ഷോട്ടൊക്കെ ആയിട്ട് എടുക്കണം, അത്രയും ഉണ്ട് വണ്ടികൾ. മുകളിൽ നിന്നൊക്കെ എടുത്താൽ നല്ലൊരു രസമായിരിക്കും. ഇത് 3123 HD ഇൻ പവർ എന്ന് പറഞ്ഞ ഒരു ഭാരത് ബെൻസിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ. 3123 ഈ വണ്ടി. ശരിക്കും ഇത് റിവ്യൂ ചെയ്യണം ഈ വണ്ടികളൊക്കെ. എൻ്റെ അടുത്ത് റിവ്യൂ ചെയ്യാൻ വന്ന് ചെയ്യാൻ പറഞ്ഞിരുന്നതാണ്. ഏത് വണ്ടി നമുക്ക് താക്കോൽ റെഡി എടുത്തിട്ട് പോകാൻ വേണ്ടു, പക്ഷേ എനിക്ക് സമയം കിട്ടാത്തതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നായിരുന്നത്. ഇതും ഭാരത് ബെൻസാണ്. ഭാരത് ബെൻസിൻ്റെ ഷോറൂമിൽ പോലും ഇത്ര വണ്ടികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇത്രമാത്രം ഉണ്ടാവില്ല, ഷൂറാണ്, അത്രമാത്രം വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട്, എല്ലാ ടൈപ്പ് മോഡൽ വണ്ടികളും ഇവിടെ ഉണ്ട്. അത് വേറൊരു കാര്യം കേട്ടോ. ആലിയ ട്രാവൽസ്, ഭാരത് ബെൻസിൻ്റെ വണ്ടികൾ കൂടുതലുണ്ട് ഇവിടെ. എല്ലാ വണ്ടികളും ഉണ്ട്, ടാറ്റയുണ്ട്, ലൈലൻഡ് ഉണ്ട്, ഭാരത് ബെൻസ് ഉണ്ട്. പക്ഷെ കൂടുതൽ എനിക്ക് തോന്നിയത് ഈ മറ്റേ എന്താ പറയുക, ഭാരത് ബെൻസിൻ്റെ വണ്ടികൾ കൂടുതലുള്ളത് തോന്നുന്നു. ഇത് പുത്തൻ വണ്ടിയാണ്. ഇത് കണ്ടില്ലേ, BS6 വണ്ടിയാണ്. ഇത് കാണാൻ നല്ല അഴകും ഉണ്ടാകും വണ്ടി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും ഒരു ദിവസം നമുക്ക് റിവ്യൂ ചെയ്യാം. ഇതൊക്കെ കുറച്ച് ചളിയാണ് ആകെ. പിന്നെ അങ്ങോട്ട് നടക്കുകയാണെങ്കിലേ, ഇപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നോക്കി, ഇത് സെറ്റായി ഊരി വെച്ചിരിക്കുകയാണല്ലോ ഈ സംഭവം. ഇതൊക്കെ കണക്ട് ചെയ്യുന്ന സംഭവമാണ്. ഇതും ഭാരത് ബെൻസാണ്. തൊട്ടിപ്പുറത്ത് വരുമ്പോൾ മഹേന്ദ്ര ബ്ലേസോൻ്റെ വണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ ഇത് ലൈലൻഡാണ്. ഇതിപ്പോൾ ഇതിൽ മറ്റേ ജോലിക്കാരാണ് കേട്ടോ ഇവരൊക്കെ. അല്ല, ഞാൻ കുറച്ച് പേരൊക്കെ പരിചയപ്പെടുത്തി തരാം. ചേട്ടൻ്റെ പേരെന്താ? സുനിൽ. ചേട്ടൻ്റെ ഷിബു. ഓക്കെ. ചേട്ടനെ എനിക്കറിയാം, നമ്മൾ ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് ലൈലൻഡാണ്. അപ്പോൾ ഇത് നമ്മുടെ ജോയിച്ചേട്ടൻ്റെ അടുക്കാണ് ഞാൻ എത്താൻ പോണത്, അതിലേക്ക് ഞാൻ വരുന്നു. അപ്പോൾ ഇത് BS6 വണ്ടി. അപ്പോൾ ഇത്രയും വലിയ സാമ്രാജ്യങ്ങളെല്ലാം കെട്ടിപ്പടുത്തിട്ടുള്ള ആൾ പറഞ്ഞാൽ ഈ നിൽക്കുന്ന ജോയിച്ചേട്ടനാണ്. ജോയിച്ചേട്ടനിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അതിന് മുന്നേ ജസ്റ്റ് അവിടെ പോയിട്ട് വരാം. ഇവിടെയൊക്കെ നമ്മുടെ പണിക്കാരനുണ്ട്, ജോലിക്കാരാണ്. പണിക്കാരെന്ന് പറയാൻ പാടില്ല, ജോലിക്കാരാണ്. ജോലിക്കാർ പറഞ്ഞാൽ ഇതിൻ്റെ സ്വന്തം എന്താ പറയുക ശ്വാസമാണ്. അവരൊക്കെ നല്ല ഫുൾ സപ്പോർട്ടാണ്. ഇതും ഭാരത് ബെൻസ് കോടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളി സെറ്റ് വണ്ടിയാണ്. ഈ ഒരു ബാക്കിലേക്ക് പോവുകയാണെങ്കിലേ, എന്താ പേര്? ബിജു. ചേട്ടൻ്റെ? ഓക്കെ. യൂട്യൂബിൽ നോക്കിയാൽ മതി, കാണാം. അപ്പോൾ ഇവിടേക്ക് നോക്കിയേക്ക്, ഇവിടെ ഒരു കായല സംഭവമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി വൈബ് പ്ലേസാണ്, സെറ്റ് സ്ഥലം കേട്ടോ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു ഭാരത് ബെൻസ് കിടക്കുന്നുണ്ട്, കംപ്ലീറ്റ് ഭാരത് ബെൻസിൻ്റെ മയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഭാരത് ബെൻസ് കിടക്കുന്നുണ്ട് കേട്ടോ, കണ്ട ഭാരത് ബെൻസ് ആലിയ. പിന്നെ അതിൻ്റെ ഒരു സൺവൈസേഴ്സൊക്കെ കണ്ട, സൺവൈസറൊക്കെ വെച്ച് നല്ല ലുക്കാണ് വണ്ടി കാണാനൊക്കെ ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺവൈസർ. പിന്നെ ഇവിടെയും ഇത് BS3 വണ്ടിയാണ്.
BS3 BS4 ആണ് ആലിയ ട്രാൻസ്. പിന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ടാറ്റ കിടക്കുന്നുണ്ട്. അതൊക്കെ നല്ല ലുക്ക് വണ്ടി കേട്ടോ ടാറ്റ. ഒരു അടാറ് ഫീലാണ് വണ്ടി കാണാൻ, നല്ല തലയെടുപ്പുള്ള വണ്ടി. പിന്നെ അതാ ഇവിടെയും വരുമ്പോൾ ഭാരത് ബെൻസ് പറഞ്ഞ് തോറ്റു നമ്മളല്ലേ. ഇഷ്ടംപോലെ ഭാരത് ബെൻസുകളാണ് എല്ലായിടത്തും. പിന്നെ ഇവിടെയും വേണ്ടൊരു വണ്ടി, ഇത് ടാറ്റയാണ് കേട്ടോ. ടാറ്റയും ഭാരത് ബെൻസ് അതുപോലെ മഹീന്ദ്ര, ഇതാണ് കൂടുതൽ നമ്മളിവിടെ കണ്ടത്. ലൈലൻഡും ഉണ്ട്. പിന്നെ കുറേ വണ്ടികൾ ഇവിടെ ഇല്ല കേട്ടോ. എല്ലാ വണ്ടികളും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കുറേ വണ്ടികളൊക്കെ മറ്റേ ഓട്ടം പോയിരിക്കുകയാണ്. എല്ലാ വണ്ടികളും നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല.